ഇത് നമ്മുടെ ബർത്ത്ഡേ സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ. ഇതിനകത്ത് എനിക്ക് ഗിഫ്റ്റ് വരുന്നതും കേക്ക് വരുന്നതും ഒക്കെ ഉള്ളൊരു വ്ളോഗാണ്. എന്താണ് ഗിഫ്റ്റ് എന്ന് നിങ്ങൾ കണ്ടാൽ ഞെട്ടും. ഞാൻ ഒരുപാട് ഞെട്ടിയിട്ടുണ്ടായിരുന്നു. എന്തെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ആഗ്രഹിച്ച ഒരു ഐറ്റംസ് ഗിഫ്റ്റായിട്ട് കിട്ടുന്നത്. കണ്ണ് നിറഞ്ഞോന്ന് വെച്ചാൽ ഒരുപാട് ഞാൻ നേരെ നിന്ന് കരഞ്ഞ ഒരു നിമിഷമായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഞാൻ എടുക്കുന്ന സമയത്ത് ഞാനില്ലായിരുന്നു, കുളിക്കുമായിരുന്നു. അപ്പം ഞാൻ അന്നത്തെ ദിവസം വ്ളോഗ് എടുത്തതായതുകൊണ്ട് തന്നെ വ്ളോഗ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് സംഗീതത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എടി വീഡിയോസ് ചേട്ടൻ വരുന്ന സമയത്ത് എടുക്കണേന്ന് പറഞ്ഞിട്ട് ഞാൻ കുളിക്കാൻ പോയത്. പക്ഷേ ഇങ്ങനൊരു സംഭവം ഉണ്ടാവുമെന്ന് ഈ ഒരു സാധനം എഡിറ്റ് ചെയ്ത് കിട്ടിയിട്ട് വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്താണ് ഞാൻ അറിഞ്ഞത് ഇതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എന്ന് തന്നെ. അപ്പോൾ എന്താ കുഞ്ഞൻ വന്നതിന് ശേഷം ഉള്ളതാട്ടോ. ആരും കാണാതെ രണ്ടുപേരും കൂടെ, ആരും കാണാതെ വെച്ചാൽ ഞാനും കാണാതെ കുഞ്ഞനും സംഗിയും കൂടെ കേക്ക് കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കേക്ക് മേടിക്കേണ്ടതെന്ന് ഞാൻ കുഞ്ഞിനോട് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ആൾക്ക് ഇറങ്ങിപ്പോയി മേടിക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഇവിടെ നിന്ന് തിരിച്ച് അങ്ങോട്ട് പോകണമെങ്കിൽ നല്ല ബ്ലോക്കൊക്കെ ആയതുകൊണ്ട് പോകണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ അടുത്ത് പറഞ്ഞു കേക്കൊന്നും ഞാനൊന്നും വാങ്ങിച്ചിട്ടില്ല എന്നൊക്കെയായിരുന്നു എന്നോട് പറഞ്ഞിരുന്നത് കേട്ടോ. അപ്പോൾ നാളെ സൺഡേ ആയതുകൊണ്ട് ശനിയാഴ്ച ദിവസങ്ങളിൽ ഞാൻ ഫ്രിഡ്ജ് അങ്ങനെ തുറക്കാറില്ല. അതായത് നൈറ്റ് നമുക്ക് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ അരിഞ്ഞങ്ങനെ വെക്കാറും ഇല്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജ് തുറന്നതുമില്ല, ഞാൻ കണ്ടതും ഇല്ലായിരുന്നു. പിന്നെ ഇതാ ഈ ഒരു മിഠായി കുഞ്ഞ് വന്നപ്പോൾ മേടിച്ചുകൊണ്ട് വന്നതാണ്. അതിൻ്റെ കൂട്ടത്തിൽ സംഭവം ഒരു വല്ലാത്തൊരു ടേസ്റ്റാണ്. പുളിപ്പും എന്തൊക്കെയോ ഒരു ടേസ്റ്റ് കേട്ടോ. നല്ല പുളിപ്പുണ്ട്. ഞങ്ങളുടെ മുഖം കാണുമ്പോൾ അറിയാം. എനിക്കത് വായിലോട്ട് വെച്ചിരുന്ന സമയത്ത് തന്നെ ഒരു വല്ലാത്തൊരു ഫീൽ തന്നെ ആയിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചേ കഴിച്ചുള്ളൂ, ബാക്കി ഞാൻ കുഞ്ഞിനും കൊടുത്തു. ഇടയ്ക്ക് രണ്ടു മൂന്ന് തൊട്ട് ഇങ്ങനെ കടിച്ച് ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടും, എനിക്കെന്തോ അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടേന്നില്ല. പിന്നെ കുഞ്ഞൻ കഴിച്ചു. അത് കഴിഞ്ഞ് നമുക്ക് ഉള്ളിവട മേടിച്ചിട്ട് വന്നു. ഉഴുന്നവടയല്ല, ഉള്ളിവട വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ കായംകുളത്ത് നമ്മൾ കഴിച്ചിട്ടുള്ള ഉള്ളിവട എന്ന് പറഞ്ഞത്. ഉഴുന്നുവട പോലെയൊക്കെ ഇരിക്കുകയാണെങ്കിലും ഇതിൻ്റെ പേര് ഉള്ളിവട എന്നാണ്. ഇതിന് ഇവിടെ എന്താ പറയുന്നത് എനിക്കറിയില്ല. സംഭവം ഇത് അവിടെ വെച്ച് നമ്മൾ കഴിക്കുമ്പോൾ എനിക്ക് ആദ്യമൊന്നും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. പിന്നീട് കഴിച്ച് ഇഷ്ടപ്പെടുമെന്ന് അറിയത്തില്ലേ, അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടാണ്. ഇതിൻ്റെ കൂടെ ഒരു കോമ്പിനേഷൻ എന്ന് വെച്ചാൽ ബീഫ് ഫ്രൈ ആട്ടോ. പൊളി ടേസ്റ്റാണ്. അത് രണ്ടും കൂടെ ചേർത്ത് കഴിക്കാൻ വേണ്ടി അടിപൊളിയാണ്. അവിടെ ചെല്ലുമ്പോൾ നിങ്ങളെ കാണിക്കാമെന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പം ഇവിടെ വെച്ചിട്ട് ഇത് കണ്ടപ്പോൾ ഒന്ന് കാണിച്ചതേ ഉള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഒരു പരിപ്പൊടി ഉണ്ടായിരുന്നു, അതിനായിരുന്നു അടിപൊളി ടേസ്റ്റ്. നല്ല ഒരു മുരുമുരാന്ന്. പക്ഷെ ഒരെണ്ണേ ഉള്ളായിരുന്നു. ഞങ്ങൾ പിന്നെ 3 പേരും കൂടെ ഷെയർ ഇട്ടൊക്കെ ആയിരുന്നു കഴിച്ചത്. പിന്നെ ഇതൊക്കെ കാണുമ്പോൾ ചില ആൾക്കാർ നമ്മുടെ അടുത്ത് വന്ന് പറയും ഓയിലി ഫുഡൊന്നും കഴിക്കരുത്, ഹെൽത്തി ഫുഡ് ഹെൽത്ത് നോക്കണം എന്നൊക്കെ പറയാറുണ്ട്. അത് നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കാറുണ്ട്. നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണല്ലോ പറയുന്നതെന്ന്. പക്ഷേ ചില കമൻറ്റ്സ് ഞാൻ കണ്ടിരുന്നു. അതായത് ഞാൻ കുഞ്ഞിന് അൺഹെൽത്തി ഫുഡാണ് കൊടുക്കുന്നത്, ആൾക്ക് ഹെൽത്തി ഫുഡല്ല ഞാൻ കൊടുക്കുന്നത്, ആളുടെ ആരോഗ്യം പോലും നോക്കാതെ എല്ലാം ഞാൻ പുറത്തുനിന്നായിരുന്നു മേടിച്ച് കഴിക്കുന്നത്, അതേപോലെ മാവ് പുറത്തുനിന്നാണ്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് കുറേ കമൻറ്റ് ഞാൻ കണ്ടിരുന്നു. അപ്പം നിങ്ങളോട് എനിക്ക് പറയാൻ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിക്കുന്നത്, നമ്മൾ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് ഫുഡ് വെളിയിൽ നിന്ന് മേടിച്ച് കഴിക്കാറുണ്ട്. നമ്മുടെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ്. അതായത് പുറത്തൊക്കെ പോയി നമ്മൾ ഒന്ന് കറങ്ങിയിട്ടൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് വരുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടാറുണ്ട്. അതിനുവേണ്ടി ഞങ്ങൾ കഴിക്കാറുണ്ട്. പിന്നെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഫുഡ് വാങ്ങിക്കുന്നത് ഞങ്ങൾക്ക് രണ്ടിനും ഒരേപോലെ വയ്യാതെ വരുന്ന സമയത്താണ്. കുഞ്ഞിന് കയറി കുക്ക് ചെയ്യാൻ ആൾക്ക് പറ്റത്തില്ല, ആൾക്ക് ഒരുപാട് നേരം നിൽക്കാൻ പറ്റത്തില്ല, ബാക്ക് പെയിൻ ഉണ്ട്, കാലിന് വേദന ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. എനിക്കും ഡിസ്കിന് പ്രോബ്ലമാണ്. ഞാൻ ഒരുപാട് വീഡിയോസിനകത്തും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഡിസ്കിന് പ്രശ്നമുള്ള സമയത്ത് ഉണ്ട്. ആ ഒരു സമയത്ത് തന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വേദന കൂടുന്ന സമയത്ത് എനിക്കൊരു 10 മിനിറ്റ് പോലും നിൽക്കാൻ പറ്റത്തില്ല. ആ സമയത്ത് എനിക്ക് റെസ്റ്റ് എടുത്താലേ എനിക്കത് മാറത്തുള്ളൂ. പിന്നെയും കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ എനിക്ക് നല്ല രീതിയിൽ ബാക്ക് പെയിൻ കൂടിയിട്ട് ഹോസ്പിറ്റലിൽ പോയ പിന്നെ ബെഡ് റെസ്റ്റ് അവർ പറയും. അതുകൊണ്ട് വേദന കൂടുന്ന സമയത്ത് ഞാൻ കുക്ക് ചെയ്യാറില്ല. ആ സമയത്ത് ഞങ്ങൾ ഫുഡ് വെളിയിൽ നിന്നാണ് മേടിക്കുന്നത്. നമുക്ക് വേറെ വെച്ച് തരാൻ ഈ പറയുന്ന ആരും വന്ന് വെച്ച് തരത്തില്ലല്ലോ. അപ്പോൾ ഞാൻ ഇതുകൊണ്ട് എന്തോ നെഗറ്റീവ് പറഞ്ഞിട്ടാണ് ആൾ പറഞ്ഞത്. ഇതുകൊണ്ട് അവർക്കടുത്ത് ഞങ്ങൾ ഇതിന് മുന്നേയും പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അവർക്കത് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ആരെന്താ പറഞ്ഞാലും നമ്മൾ വല്ലപ്പോഴുമാണ് കഴിക്കുന്നത്. പക്ഷെ മോശമായിട്ട് പറയുമ്പോൾ തിരിച്ച് പ്രതികരിക്കാറുണ്ട് എന്ന് മാത്രം. പക്ഷേ ഇതുകൊണ്ട് കുഞ്ഞിന് ഹെൽത്ത് നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു. 2.5 വർഷമായി ആൾക്ക് ഇതുകൊണ്ട് ആക്സിഡൻറ്റ് പറ്റിയിട്ട്. ആ ഒരു സമയത്ത് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ആളെ ഈ ഒരു രീതിയിലാക്കിയെടുത്തത്. അപ്പോൾ ആളുടെ ഹെൽത്ത് നോക്കാതെ എന്തായാലും ഈ രീതിയിലാക്കിയെടുക്കാൻ എന്തായാലും പറ്റത്തില്ല. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ഇങ്ങനെ വായി വരുന്നതൊക്കെ പറയുകയും ചെയ്യാം, ഓരോന്ന് ചിന്തിക്കുകയും ചെയ്യാം. അത് എൻ്റെ തെറ്റല്ല. നിങ്ങളുടെ ചിന്താഗതി എനിക്ക് മാറ്റാനും കഴിയത്തില്ല. പക്ഷെ ഞാൻ എങ്ങനെയാണ് നോക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഈ ഒരു കാര്യം എനിക്ക് പറയണമെന്ന് തോന്നിയതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ രാത്രി 12 മണി കഴിഞ്ഞിട്ടുള്ള വീഡിയോ, 12 മണിക്കുള്ളൊരു വീഡിയോ ആട്ടോ.
അപ്പോൾ എന്നെ കുഞ്ഞൻ ആദ്യം വിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ആൾ പിന്നെ പോയി ആളും സംഗിയും കൂടെ പോയിട്ട് കേക്കൊക്കെ എടുത്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ഞാൻ ഉറക്കപ്പിച്ചയിലാണ് എഴുന്നേറ്റ് വന്നത്. ഞാൻ പ്രതീക്ഷിച്ചില്ല സംഭവം, ഇതെനിക്ക് അറിയില്ലായിരുന്നല്ലോ. ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെയാണ് ഇവർ വീഡിയോസ് എടുത്തിട്ടുള്ള കാര്യം തന്നെ ഞാൻ അറിയുന്നത് തന്നെ. അപ്പോൾ ഞാൻ വന്ന് നോക്കിയപ്പോഴത്തേക്ക് കേക്കെല്ലാം സെറ്റ് ചെയ്ത് വെച്ച് മെഴുകുതിരിയൊക്കെ കത്തിച്ചൊക്കെ ഇങ്ങനെ വെച്ചേക്കായിരുന്നു. അങ്ങനെ കുറച്ച് നേരം നിന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ മെഴുകുതിരിയൊക്കെ ഊതി അണച്ചു. കാരണം നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കണം എന്നുള്ളൊരിതുണ്ടല്ലോ. അങ്ങനെ അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം പ്രാർത്ഥിച്ചു കേട്ടോ. ഇനി അടുത്ത വർഷം എന്തൊക്കെയാണെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ഓരോ വർഷവും ഇങ്ങനെ കടന്നു പോകുമ്പോഴത്തേക്ക് ഇതുകൊണ്ട് ഓരോ കാര്യങ്ങളൊക്കെ ആണല്ലോ, ഓരോ പ്രശ്നങ്ങളാണ് എനിക്ക് വരാറുള്ളത്. അപ്പം ഫസ്റ്റ് കട്ട് ചെയ്തു ഒരു പീസ് കുഞ്ഞ് സംഗിക്ക് കൊടുത്തു. അവൾ പിന്നെ ആദ്യം എൻ്റെ വായിലോട്ടാണ് വെച്ച് തന്നത്. അപ്പോഴാണ് ഈ ഒരു കേക്കിൻ്റെ ടേസ്റ്റ് എനിക്ക് മനസ്സിലായത്. സംഭവം കീഴു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അടിപൊളി കേക്കാണ്. ഞാൻ ഇത്രയും ടേസ്റ്റ് ആകും എന്നൊന്നും പ്രതീക്ഷിച്ചില്ല. പക്ഷേ സംഭവം കീഴു ടേസ്റ്റ് ആയിരുന്നു. നമ്മൾ ഫസ്റ്റ് ടൈമാണ് അവിടുന്ന് മേടിക്കുന്നത് കേട്ടോ. ഇനി കുഞ്ഞൻ്റെ ബർത്ത്ഡേക്കും ഞാൻ അവിടുന്ന് തന്നെ ആയിരിക്കും കേക്ക് മേടിക്കുന്നത്. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവിടുത്തെ കേക്ക്. ഈ ഒരു കേക്കാണെങ്കിൽ 3 ലെയർ ആയിരുന്നു കേട്ടോ. ഒന്ന് ചോക്ലേറ്റ്, പിന്നെ റെഡ് വെൽവെറ്റ് എല്ലാം കൂടി ചേർന്നിട്ട് മിക്സ്ഡ് വരുന്ന ഒരു കേക്കായിരുന്നു. അത് 3 ലെയർ, 3ൻ്റെ ടേസ്റ്റ് നമുക്ക് അറിയാനും പറ്റും. സംഭവം കിടുവായിരുന്നു കേട്ടോ. അങ്ങനെ കേക്ക് കൊതിച്ച് ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കേക്ക് കേട്ടോ. ബർത്ത്ഡേ കേക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്ക് എനിക്ക് കൊതി തോന്നുന്ന സമയമുണ്ട് കേട്ടോ. ഒരു സമയത്ത് ഞാനാണെങ്കിൽ ഇതൊരു കുഞ്ഞിനോട് പറയും, ഇതൊരു കേക്കിൻ്റെ പീസ് മേടിച്ച് തരാമോ എന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ ആളെനിക്ക് മേടിച്ച് തരും കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇതിൻ്റെ തന്നെ കട്ട് ചെയ്ത് വെച്ചേക്കുമല്ലോ. ഒരു പീസിന് 100, 150 ആണെന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെ കിട്ടും. അങ്ങനെ അതൊക്കെ മേടിച്ച് കഴിക്കാറുണ്ട്. എനിക്ക് ബർത്ത്ഡേ കേക്ക് ഭയങ്കര, ഇനിയിപ്പോൾ നെക്സ്റ്റ് മന്തും എനിക്ക് കേക്ക് കഴിക്കാം. അതായത് കുഞ്ഞിൻ്റെ ബർത്ത്ഡേ നെക്സ്റ്റ് മന്താണ് കേട്ടോ. അപ്പം അതിനും കേക്ക് മേടിക്കണം. അപ്പോൾ കുഞ്ഞൻ പറയും വേണ്ട എന്നൊക്കെ, പക്ഷേ എനിക്ക് മേടിക്കണം എന്ന ആഗ്രഹമാണ്, എനിക്കും തിന്നാലോ എന്നും പറഞ്ഞിട്ടാണ്. പിന്നെ നിങ്ങൾക്ക് ഞാൻ തന്നില്ലല്ലോ എൻ്റെ കുട്ടീസിന്. ഇതാണ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനുള്ള കേക്ക്. അപ്പോൾ നിങ്ങൾക്കായിരുന്നു ഞാൻ ഫസ്റ്റ് തരേണ്ടുന്നത്. ഞാൻ മറന്നുപോയെന്നല്ല, ആദ്യം ഒരു ആകാംക്ഷയിൽ കേക്ക് കിട്ടിയപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നല്ലോ കേക്ക് ഉണ്ടാവുമോ ഇല്ലയോന്ന്. അതിൻ്റെ ഒരു ഇതിലങ്ങ് നിന്നയാട്ടോ. അങ്ങനെ ഞാനിങ്ങനെ നോക്കുമായിരുന്നു കുഞ്ഞൻ എന്താ എടുക്കാൻ പോയി, എനിക്ക് ഗിഫ്റ്റ് ഒന്നും ഇല്ലേന്ന്. എല്ലാ പ്രാവശ്യം ഗിഫ്റ്റ് തരുമല്ലോ, ഈ പ്രാവശ്യം എന്താ തരാത്തെന്ന് പോയി ഇങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ. പക്ഷെ അടുക്കളയിലോട്ട് എന്തിനാ പോയെന്ന് ഇങ്ങനെ നോക്കുമായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞായിരുന്നു, നിനക്ക് ഉമ്മ മാത്രമേ ഉള്ളൂ, എൻ്റെ കയ്യിലല്ലാണ്ട് വേറെ ഒന്നും തരാനില്ല എന്ന്. അങ്ങനെ എനിക്ക് ചോക്ലേറ്റ് എടുത്തുകൊണ്ട് ഫ്രിഡ്ജിൽ നിന്ന് തന്നെ കേട്ടോ. ഡയറി മിൽക്ക് എൻ്റെ ഫേവറേറ്റ് ആയിട്ടാണ് ഡയറി മിൽക്ക്. നല്ല രീതിയിൽ ഞാൻ ഇരുന്ന് മക്ക് നടിക്കും. കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. രണ്ടും എൻ്റെ അടിപൊളി സാധനമാണ്. അതിൻ്റെ ഇടയ്ക്ക് ഗാലക്സി വന്നു. സംഗി എനിക്ക് ഗാലക്സി ആട്ടോ തന്നത്. സംഭവം രണ്ടും കൂടെ വെച്ച് ഞാനൊരു പൊളിക്കും എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പോഴാണ് അകത്തുനിന്നൊരു ഗിഫ്റ്റ് ഇങ്ങനെ അകത്തോട് സംഗി കയറി പോയത്. കുഞ്ഞൻ സംഗിയെയും വിളിച്ചുകൊണ്ട് പോയി. അപ്പോൾ എനിക്കറിയത്തില്ലായിരുന്നു ഈ സംഭവം. ഞാൻ വെളിയിൽ നിൽക്കുക കേട്ടോ. ഞാനാണെങ്കിൽ കേക്ക് നോക്കിക്കൊണ്ട് നിൽക്കായിരുന്നു. കേക്കിൽ നിന്ന് കുറേയൊക്കെ തോണ്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നീടാണ് പറഞ്ഞത് അവൾക്ക് അത് പൊക്കാൻ പറ്റുന്നില്ല, നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യം ചെന്ന് എടുത്തപ്പോഴത്തേക്ക് താഴോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാനൊന്ന് ഞെട്ടിയത്, എന്താണിപ്പോൾ ഇത്രയും വലിയ സംഭവങ്ങളൊക്കെ എന്നും പറഞ്ഞിട്ട്. ഞാൻ വലിയ വെയിറ്റൊന്നും കാണത്തില്ല എന്ന് പറഞ്ഞ് പിടിച്ചപ്പോഴത്തേക്ക് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ താഴ്ത്തിട്ട് വെച്ചു. ഈ ഒരു ഗിഫ്റ്റ് ഇതിനകത്ത് എന്താണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ ഫുൾ വീഡിയോ കാണുന്നതിന് മുന്നേ, വീഡിയോ ലാസ്റ്റ് എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ ഗിഫ്റ്റ് പൊട്ടിക്കുകയാണ്. എനിക്കിത് എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ നല്ല രീതിയിലുണ്ടായിരുന്നു. കാരണം പൊട്ടിക്കുമ്പോൾ നല്ല വെയിറ്റ് ഉണ്ട്. കുഞ്ഞിന് ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനൊരു ഗിഫ്റ്റ് തരുന്നത് കേട്ടോ. അപ്പോൾ ഇത് പൊട്ടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കറിയില്ല, അതിൻ്റെ ഒരു സൈഡ് കണ്ടപ്പോഴേ എൻ്റെ കിളി പോയി. കാരണം എനിക്ക് ചിരിച്ചുകൊണ്ട് ഞാൻ നിന്നെങ്കിലും എൻ്റെ ഉള്ളിൽ നന്നായിട്ട് പിടഞ്ഞൊരു സമയമായിരുന്നു. എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം കൊടുകൂടാന്നിങ്ങനെ വീഴുകൊണ്ടേ ഇരിക്കുമായിരുന്നു. അതിൽ ഓരോ കവർ ഞാൻ ഇളക്കിയ സമയത്തും ഇപ്പം തന്നെ എനിക്കത് പറയുമ്പോൾ എനിക്ക് വല്ലാണ്ട് എനിക്ക് കരച്ചിൽ വരുന്നത് പോലെ. അപ്പോൾ ആ സമയത്ത് എനിക്കുണ്ടായ മാനസികാവസ്ഥ പറഞ്ഞറിയാൻ പറ്റത്തില്ല. കാരണം ഞാൻ ഒരുപാട് നാൾ ഞാൻ ആഗ്രഹിച്ചൊരൈറ്റാണ് ഇത് മേടിക്കണമെന്ന്. കഴിഞ്ഞ വർഷം കുഞ്ഞാൻ എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നപ്പോൾ എൻ്റെ ഇത് പറഞ്ഞിരുന്നു, അടുത്ത വർഷം നിനക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് തരുന്നത് നിനക്ക് ആഗ്രഹിച്ചൊരു ഐറ്റം ആയിരിക്കും ഞാൻ തരുന്നത്. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞായിരുന്നു, നിനക്ക് അടുത്ത വർഷം ഞാനിത് മേടിച്ച് തരും എന്ന് പറഞ്ഞെങ്കിലും ആൾക്ക് ഈ ഒരു കാര്യം ഓർമ്മയുണ്ടോയെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഇത് തന്നു കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് കുഞ്ഞൻ പറഞ്ഞു, നിനക്ക് ഞാൻ കഴിഞ്ഞ വർഷമേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇത് മേടിച്ച് തരുമെന്ന്, അതുകൊണ്ടാണ് മേടിച്ചത്. ഇത് ഞങ്ങൾ ഇടയ്ക്ക് വെച്ചിട്ട് പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. അതായത് അതുവഴി പോയപ്പോൾ ഞങ്ങൾ അവിടെ കയറിയിട്ടുണ്ടായിരുന്നു ഇതോട്ട് മിഷൻ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കണ്ടപ്പം കയറി നോക്കിയതാണ്. പക്ഷേ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണ് മനസ്സിലാക്കിയത്, കുഞ്ഞൻ അവിടെ വിളിച്ച് ചോദിച്ചതിന് ശേഷമാണ് അവിടെ ചെന്നേന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞത് നമുക്ക് ചുമ്മാ നോക്കിയിട്ട് പോകാമെന്നായിരുന്നു. അങ്ങനെ അവിടെ ചെന്ന് നോക്കിയിട്ട് വന്നപ്പോൾ നല്ല റേറ്റ് ഉണ്ടായിരുന്നു.
അപ്പോൾ എനിക്ക് ഇത്രയും റേറ്റിലുള്ളത് വേണ്ടാന്നും പറഞ്ഞിട്ട് നമുക്ക് എപ്പോഴെങ്കിലും പിന്നെ പതുക്കെ മേടിക്കാം, കാരണം മേടിച്ചിടുമ്പോൾ കടങ്ങളാവുമല്ലേ. അപ്പോൾ വീണ്ടും കടം കൂട്ടണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുഞ്ഞിനെയും കൊണ്ട് മേടിക്കാൻ സമ്മതിച്ചില്ല. അപ്പം കുഞ്ഞൻ പറഞ്ഞു എന്നാൽ ശരി നമുക്ക് പിന്നെയാണ് മേടിക്കാം, നമ്മൾ എന്തായാലും റെഡി ക്യാഷ് കൊടുത്ത് നമ്മുടെ മേടിക്കുകയില്ല, EMI ഇട്ടെടുക്കാൻ പറ്റൂ, പിന്നെ അതിനും ഒരു അടവ് നമ്മൾ അങ്ങനെ പോവും. അങ്ങനെ പറഞ്ഞിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇത് മേടിക്കും എന്നുള്ള ഒരു ഇതും ഇല്ലായിരുന്നു, അതും ബർത്ത്ഡേക്കൊക്കെ. പക്ഷെ സംഭവം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതായതുകൊണ്ട് തന്നെ എനിക്കത് കയ്യിൽ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി, പൊട്ടിക്കരഞ്ഞു. കാരണം ആ കരയുന്ന സീനെല്ലാം ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടില്ല, എന്തിനാ നിങ്ങളെയും കൂടെ കാണിച്ചിട്ട്, അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. പക്ഷേ എനിക്കറിയില്ല, എനിക്ക് അത് സങ്കടം കൊണ്ടല്ല കേട്ടോ, എനിക്ക് സന്തോഷം കൊണ്ടുള്ളൊരു വിഷമമായിരുന്നു. അങ്ങനെ അത് കണ്ടപ്പോൾ എനിക്കറിയില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് എൻ്റെ ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു ഡപ്പയ്ക്കകത്ത് കുറച്ച് നൂലും നീഡിലും കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കിട്ടി. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ ഇതിനകത്ത് ഉള്ളതൊക്കെ ഞാൻ പിന്നീട് കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ.